everyone, welcome back to Text Tutor. Today we are going to continue the chapter Life Process in Animals. We are starting with an experiment. Let's see. In the last class, we respiratory system in humans. So as continuation of that, diaphragm, lungs. So let's see an experiment. What do we breathe out? We breathe out. We know that we are inhaling air. Oxygen. What we might be breathing out to be. Let's see this activity. Take an equal amount of freshly prepared lime water in 2 test tubes. 2 test tubes A and B and 2 test tubes. A is there and also B is there. A and B and what we are taking? Freshly prepared lime water. It will be available in your laboratory. You can demonstrate this experiment, this activity with the help of your teacher. So, we are taking equal amount of freshly prepared lime water in test tube A and also in test tube B. And then lime water. In test tube A, pass the air using a syringe or pitchcarry. Syringe അല്ലെങ്കിൽ pitchcarry യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബ് എയിലേക്ക് നമ്മൾ എയർ പാസ് ചെയ്യുന്നു. This is same as the air you inhale. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഉള്ളിലേക്ക് എടുക്കുന്ന എയറിന് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ സിറിഞ്ച് ഓർ പിച്ചക്കാരി യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബ് എയിലേക്ക് പാസ് ചെയ്യുന്നത്. ഏതാണ്? ഇൻഹെയിൽ ചെയ്യുന്ന എയറിന് സിമിലർ ആയിട്ടുള്ളതാണ്. ടെസ്റ്റ് ട്യൂബ് ബിയിൽ വാട്ട് വി ആർ ഡൂയിങ് ഇസ് repeatedly blow air through your mouth. നമ്മൾ ബ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. എയർ ഇതിലേക്ക് ബ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന ബ്ലോ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതല്ലേ വരുന്നത്. സോ ദാറ്റ് മീൻസ് എക്സ്ഹെയിലിംഗ് ടൈമിലുള്ള എയർ ആണ് ബിയിലേക്ക് കൊടുക്കുന്നത്. ഇൻ ടെസ്റ്റ് ട്യൂബ് ബി റിപ്പീറ്റഡ്ലി ബ്ലോ എയർ ത്രൂ യുവർ മൗത്ത്. ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ലൈം വാട്ടർ? അപ്പൊ നമ്മുടെ ലൈം വാട്ടറിലേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ലൈം വാട്ടർ ആണ് എടുത്തത്. അതിലേക്ക് വല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ലൈം വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് ദ എക്സ്പെരിമെന്റ്. ദിസ് ഇസ് ടെസ്റ്റ് ട്യൂബ് എ ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ബി ഉണ്ട്. ബോത്ത് കണ്ടെയ്ൻസ് ലൈം വാട്ടർ. സ്ട്രോ ഉണ്ട്, പിച്ച്കാരി യൂസ് ചെയ്തിട്ട് inhaling air neയാണ് കടത്തി വിടുന്നത്. And this is exhaling air. The lime water in the test tube B turns milky. Test tube B എന്തായിട്ട് എന്ന് പറയുന്നത് milky ആയി മാറി. Color turn to milky color ആയിട്ട് മാറി. Or cloudy, but the lime water in test tube A does not. Test tube B milky ആയിട്ട് മാറി, test tube A does not. What does this indicate? Lime water turns milky when it reacts with carbon dioxide. Lime water plus carbon dioxide turns milky ആയിട്ട് മാറുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം ഒന്നിൽ മാത്രമേ ബിയിൽ മാത്രമേ മിൽക്കി ആയിട്ട് മാറുന്നുള്ളൂ. ബിക്കോസ് അതിൽ അഡീഷണൽ ആയിട്ട് എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ ടെസ്റ്റ് ട്യൂബ് എ. ടെസ്റ്റ് ട്യൂബ് എയിൽ നമ്മൾ ഇൻഹൈൽ ചെയ്യുന്ന എയർ ആണ്. അതില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ലൈം വാട്ടർ ടേൺസ് മിൽക്കി when it react with carbon dioxide. Therefore, this indicates that the exhaled air contains more carbon dioxide than the air we inhale. So what we understood? നമുക്ക് എന്ത് മനസ്സിലായി? എക്സ്ഹെൽഡ് എയറിൽ മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ എന്താണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്തിരുന്നത്. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എക്സ്ഹെൽഡ് എയർ കണ്ടെയ്ൻസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ ദ എയർ വി ഇൻഹെയിൽ. മനസ്സിലായി? ലൈം വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് മിൽക്കി ആയിട്ട് മാറും അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ട് മാറും എന്നുള്ളതും ക്ലിയർ ആയി. ആൻഡ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ആർ എക്സൈലിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. We are breathing out carbon dioxide. This was the setup of our experiment. Now we are going to see how does the exchange of gases happen. എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. How does gas exchange occur through alveoli എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Through the process of breathing, fresh air from the outside enters the lungs. അപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? Fresh air from the outside will enter the lungs. Fresh air ലങ്സിലേക്ക് കടക്കും. അങ്ങനെ alveoli get filled. This is the structure of alveoli. Alveoli have thin walls surrounded by
fine tubes containing blood. Fine tubes ആയിട്ട് cover ചെയ്തിട്ടുണ്ട്. This is alveoli and the alveoli have thin walls surrounded by fine tubes containing blood. Blood carries carbon dioxide from the body to the alveoli where it is released into the air. എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കർ ചെയ്യുന്നത്? ബ്ലഡ് carries carbon dioxide from the body. Blood എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലെ കാർബൺ ഡയോക്സൈഡ് ക്യാരി ചെയ്യും to the alveoli. ആൽവിയോലയിലേക്ക് ക്യാരി ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ആൽവിയോലയിലേക്ക് ക്യാരി ചെയ്യും and it will be released into the air. ആ കാർബൺ ഡയോക്സൈഡ് കണ്ടോ? കാർബൺ ഡയോക്സൈഡ് ആൽവിയോലയെ ക്യാരി ചെയ്യുന്നു and it will be released into the air. At the same time oxygen from the alveoli passes into the blood. ഓക്സിജൻ എങ്ങോട്ടാ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു and is transported to all parts of the body. കാരണം നമ്മുടെ ബോഡിക്ക് ഓക്സിജന്റെ ആവശ്യമുണ്ട്. at the same time carbon dioxide is to be expelled. നമ്മുടെ ബോഡിക്ക് കാർബൺ ഡയോക്സൈഡിന്റെ ആവശ്യമില്ല. so blood carries carbon dioxide from the body to the alveoli where it is released into the air. അങ്ങനെയാണ് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. at the same time oxygen which is highly required for the body, oxygen from the alveoli passes into the blood and is transported to all parts of the body. Now we are going to see how do we get energy. നമുക്ക് എനർജി കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫുഡിലൂടെ എനർജി കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഫെമിലിയർ ഫോർ us. ഫുഡിലൂടെ എനർജി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. Have you wondered how the food you eat gives you energy? എങ്ങനെയായിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ കഴിക്കുന്ന ഫുഡിലൂടെ എനർജി കിട്ടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? The key is not only the food but also the oxygen we breathe. നമ്മൾ കിട്ടുന്ന ഫുഡിലൂടെ മാത്രമല്ല റെസ്പോൺസിബിൾ, ഓക്സിജൻ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ. ഓക്സിജനിലൂടെയും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. when we eat food, what happens? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? our body breaks it down into simpler substances like sugar. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, simpler substances ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. oxygen helps break down glucose. ഓക്സിജൻ അങ്ങനെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും to release energy. എന്തിനു വേണ്ടിയിട്ട്? to release energy, and this process is called respiration. ഈ പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ മാത്രമല്ല എനർജി കിട്ടുന്നത്. oxygen we breathe is also responsible for our energy. When we eat food, our body breaks it down into simpler substances like sugar, and oxygen helps break down glucose to release energy, and this process is known as respiration. But let's see the word equation for the respiration. How does respiration occur? Glucose combines with oxygen forming carbon dioxide, water plus energy. Carbon dioxide, water and energy എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയും ഫോം ചെയ്യുന്നു. എന്താണ് ഫോം ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് energy. During breathing, we inhale air from our surroundings and exhale air having more carbon dioxide than inhaled air. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഓക്സിജൻ റിച്ചിനെ അല്ല നമ്മൾ പുറത്തേക്ക് വിടുന്നത്, കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ടാവും. പുറത്തേക്ക് വിടുന്നതിൽ കാർബൺ ഡയോക്സൈഡ് ഇൻഹെയിൽ ചെയ്യുന്നതിനേക്കാളും അധികം ഉണ്ടാവും. ദാറ്റ്സ് വാട്ട് ഹിയർ ഇറ്റ് ഈസ് സെഡ്. ഡ്യൂറിംഗ് ബ്രീത്തിങ് we inhale air from our surroundings and exhale air having more carbon dioxide than inhaled air. Inhaled air ഉള്ളതിനേക്കാളും amount of carbon dioxide നമ്മൾ എക്സെയിൽ ചെയ്യുന്ന എയറിലുണ്ടാവും.
And let's see this in the coming diagram. Some other animals can use a larger fraction of oxygen during respiration. ചില ആനിമൽസിന് larger fraction of oxygen respiration യൂസ് ചെയ്യാൻ പറ്റും. This exchange of gases, see this diagram. Inhaled air, nearly there will be 21% of oxygen, whereas in exhaled air there will be only 16 to 17% of oxygen, whereas inhaled air there will be only 0.04% of carbon dioxide, but in case of exhaled air there will be nearly 4 to 5%, means it is higher amount of carbon dioxide expel ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. This diagram shows the percentage of oxygen and carbon dioxide in inhaled and exhaled air. During breathing, we inhale air from surroundings and exhale air having more carbon dioxide than the inhaled air. This exchange of gases ensures that each segment of our body gets oxygen to produce energy and remove waste. അപ്പോൾ ഇതെന്താണ് എൻഷുർ ചെയ്യുന്നത്? This exchange, gas exchange എൻഷുർ ചെയ്യുന്നത് എന്താണ്? That each segment of our body, നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെഗ്മെന്റിനും ഇനഫ് ഓക്സിജൻ കിട്ടുന്നുണ്ട്. For what? To produce energy and remove waste products. In simple words, breathing brings in oxygen and removes carbon dioxide. So here we are seeing the difference between breathing and respiration. Breathing respiration same അല്ല എന്ന് നമുക്ക് മനസ്സിലായി. They are used interchangeably. രണ്ടും interchangeably യൂസ് ചെയ്യുന്ന terms ആണ്, but they are not similar. എന്താണ്? Breathing brings in oxygen and removes carbon dioxide. Breathing brings in oxygen and removes carbon dioxide, while respiration uses oxygen to break down food and releases energy. ഇതൊരു chemical, respiration means it's a chemical process ആണ് എന്ന് മനസ്സിലായി. It uses oxygen. Respiration എന്താണ് ചെയ്യുന്നത്? ഓക്സിജനെ യൂസ് ചെയ്യുന്നു. എന്തിന്? To break down food and release energy റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനെ യൂസ് ചെയ്തിട്ട് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആരാണ്? എന്ത് പ്രോസസ്സിലൂടെയാണ്? റെസ്പിറേഷൻ പ്രോസസ്സിലൂടെയാണ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് ഓക്സിജനെ ടേക്ക് ചെയ്യുന്നതും കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് മീൻസ് taking oxygen in and exhaling or removing carbon dioxide, and respiration means it uses oxygen to break down food and release energy. Rendu difference മനസ്സിലായില്ലേ? This is a chemical process. Respiration is a chemical process. This energy helps us walk, run, play and even think. എല്ലാത്തിനും നമുക്ക് എനർജി ആവശ്യമാണ്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റെസ്പിറേഷൻ ആണ്. So we have already discussed this diagram, and let's see this breathing versus respiration. Breathing is a physical process. Breathing is just inhaling and exhaling process. It is a physical process, while respiration is a chemical process that occurs inside the body. Respiration endana? Respiration is a chemical process, whereas breathing is physical process. Both the process are essential for our survival. നമ്മുടെ സർവൈവലിന് ബ്രീത്തിങ്ങും റെസ്പിറേഷനും are both essential. Now we are going to see what is circulatory system. Digestive system പഠിച്ചു, respiratory system പഠിച്ചു. Now we are going to see what is circulatory system. എന്തായിരിക്കും circulatory system? നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഹാർട്ട് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ഉണ്ട്, എപ്പോഴും ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. Our body has a unique system for the transport of nutrients, oxygen and other substances. ഈ ന്യൂട്രിയൻസിനെയും ഓക്സിജനെയും അതർ സബ്സ്റ്റൻസിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസിനെ ഓക്സിജനെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന യുണീക് സിസ്റ്റം ഇസ് നോൺ ആസ് സർക്കുലേറ്ററി സിസ്റ്റം, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാർട്ട്, it includes blood, and also it includes blood vessels. So heart, blood vessels കൂടി ചേർന്നിട്ടുള്ള unique system is known as circulatory system. So circulatory system, I hope it's clear for you. The heart pumps
blood through blood vessels. What does heart do? Heart pumps blood through blood vessels. Blood vessels ലൂടെയാണ് ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ensuring the transport of nutrients, oxygen and other substances to all parts of the body. While waste products are carried away, waste productsനെയും ന്യൂട്രിയൻസിനെയും ഓക്സിജനെയും ഒക്കെ ക്യാരി ചെയ്യുന്നത് ഇവരാണ് പമ്പിങ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെയും പ്യൂരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹാർട്ടിൽ വെച്ചിട്ടാണ്. സോ ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സർക്കുലേറ്ററി സിസ്റ്റം. എന്തൊക്കെയാണ്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. So never forget this. This is important. Okay. Now let's see this. Smoking is extremely harmful to health. We have already discussed this in the chapter adolescence. Yeah, it damages the lungs. Adinte body ku endokka damage undakka. It damages the lungs and increases the risk of serious diseases including lung cancer. Lung cancer undakum. Lungs in affecting lung cancer and other respiratory illness, and it leads to persistent coughing and frequent infections. Persistent ആയിട്ടുള്ള കഫിങ്ങിനും ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസിനും ഒക്കെ അത് കാരണമാക്കും. ഇൻ അഡീഷൻ ടു ഹാമിങ് ദ സ്മോക്കറിനെ മാത്രമല്ല ഹാം ചെയ്യുന്നത് സ്മോക്കിംഗ് റിലീസസ് ടോക്സിക് കെമിക്കൽസ് ഇൻ ടു ദ എയറിലേക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിന് റിലീസ് ചെയ്യും, പുട്ടിങ് അതേഴ്സ് അറ്റ് റിസ്ക്. അപ്പം അത് വലിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല അതിന്റെ റിസ്ക്, പുറത്തുള്ള ആൾക്കാർക്കും അതിന് ചുറ്റിലുള്ള സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർക്ക് കൂടെ റിസ്ക് പിടിച്ച കാര്യമാണ് ദ സ്മോക്കിംഗ്. When non-smokers inhale this polluted air, അപ്പൊ ചുറ്റിലുള്ള ആളുകൾ ഈ ഒരു എയർ ഇൻഹെയിൽ ചെയ്യുമ്പോൾ they experience passive smoking which can be especially dangerous for childrenനും pregnant womenനും elderlyക്കും ഒക്കെ പ്രശ്നമുള്ളതാണ്. This passive smoking, which means സ്മോക്ക് ചെയ്യുന്ന ആള് എയറിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ നോൺ സ്മോക്കേഴ്സ് ചുറ്റിലുള്ള ആള് നോൺ സ്മോക്കിംഗ് ആണെങ്കിലും അവരിലേക്ക് അത് കടക്കുകയും ചിൽഡ്രൻ, pregnant women and elderlyക്ക് it is very especially dangerous. Due to these risks, avoiding smoking helps protect both personal health and the well-being of those around us. ഇപ്പൊ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മളെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, ചുറ്റുള്ള ആളുകളെ കൂടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് വിൽ ബി ഹാർംഫുൾ ടു ഓൾ ദ പീപ്പിൾ അറൌണ്ട് us too or living with us. So avoid smoking because it causes lung cancer and other respiratory illness. So now we are going to see, do other animals breathe the same way as humans do? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിയിരുന്നു മറ്റുള്ള ഹ്യൂമൻസിനെ പോലെ തന്നെയാണോ മറ്റുള്ള ഓർഗാനിസംസിനും ഡൈജഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കി. അങ്ങനെയല്ല, എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. സോ വി ആർ ഗോയിങ് ടു സീ do other animals also breathe the same way as humans do? ഹ്യൂമൻസിനെ പോലെ തന്നെയാണോ അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടോ, സെയിം സ്ട്രക്ചേഴ്സ് ആണോ, ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ളതാണ് we are going to see. We know that different animals live in different habitats. എല്ലാ ആനിമൽസും ഡിഫറെന്റ് ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്. ബേർഡ്സ് ഫ്ലൈ ആൻഡ് ഫിഷ് സ്വിം. ഹൗ ഡു ദേ ബ്രീത്ത്? എങ്ങനെയായിരിക്കും ഈ ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സും സ്വിം ചെയ്യുന്ന ഫിഷൊക്കെ ബ്രീത്ത് ചെയ്യുന്നത്? Animals such as birds, elephants, lions, cows, goats, lizards and snakes breathe through their lungs. എന്തിലൂടെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്? Animals such as birds, elephants, lions, cows, goats, lizards, snakes, etc. they breathe through their other lungs-ലൂടെ തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. Although all these animals have lungs, the structure of their lungs are quite different. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും എല്ലാവരുടെയും ലങ്സ് സിമിലർ ആണെന്ന്. പക്ഷെ no, it's not like that. Although all these animals have lungs, they have lungs, but the structure of their lungs are quite different. Structure of lungs same alla, different aanu. So we understood that animals such as birds, elephants, lions, cows, goats, lizards and snakes, they breathe through their lungs, but their structure of lungs are not similar, but they are different. Now let's see the case of fish. Fish in the case ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Fishes in the case. Most fish is an aquatic animal. Most aquatic animals like fish have specialized structures known as gills. They have gills. എന്തുണ്ട്? Gills ഉണ്ട്. These are known as gills. Gills ഉണ്ട്.
These are richly supplied with blood vessels. Gills il endinde blood vessels. Blood vessels ഉണ്ട്. The exchange of oxygen and carbon dioxide between the blood and the gases dissolved in water take place across the gills. അപ്പോൾ ഗിൽസിലൂടെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? The exchange of oxygen and carbon dioxide between the blood and the gases dissolved in water takes place across the gills. So fishes in the respiratory organ എന്താണ് gills ആണ്. The respiratory organ of fishes, gills. So most aquatic animals like fishes എന്തുണ്ടെന്ന് മറക്കാൻ പാടില്ല, gills ഉണ്ടെന്ന് മറക്കാൻ പാടില്ല. They are supplied with blood vessels. They are richly supplied with blood vessels, and the exchange of oxygen and carbon dioxide between the blood and the gases dissolved in water take place across the gills. And now we are going to see the case of frogs. Frogs in the case എന്താണ് സംഭവിക്കുന്നത്? Frogs are amphibians. Amphibians means they live both in water and also they live in both. They live on land. Terrestrial ആണ്, aquatic ആണ്. Amphibians like frogs live both on land and in water, and they use different body parts for breathing at various stages of life. അവരുടെ different various stagesൽ various organs ആണ് യൂസ് ചെയ്യുന്നത്. For example പറയുകയാണെങ്കിൽ tadpoles means what? Tadpoles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഗിന്റെ അഡൽട്ട് ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജിനെയാണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. മെറ്റമോർഫോസിസ് നടന്നിട്ട് മെറ്റാമോർഫോസിസ് നടന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രോഗ് ആയിട്ട് മാറുന്നത്. ഫ്രോഗ് tadpoles metamorphosis നടന്നിട്ടാണ് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. So tadpoles breathe through gills. Through gills while adult frogs use lungs. Adult frog എന്താണ് യൂസ് ചെയ്യുന്നത്? Adult frogs use lungs for breathing on land and skin for gas exchange when they stay in water. അപ്പം tadpole ആണെങ്കിൽ gills യൂസ് ചെയ്യും, adult frog ലാൻഡിലാണെങ്കിൽ lungs യൂസ് ചെയ്യും. Skin എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? They are using it when they stay in water. When gas exchange takes place, when they are in water, they will be using their skin, and whereas they will be using their legs when they are on land. And tadpoles breathe through gills. അപ്പോൾ tadpole കേസിൽ gills ആണ്, ഫ്രോഗ്സിന്റെ കേസിൽ അഡൽട്ട് ഫ്രോഗ്സിന്റെ കേസിൽ ലാൻഡിലാണെങ്കിൽ ലങ്സ് ആണ്, ആൻഡ് സ്കിൻ എപ്പോഴാണ്? വെള്ളത്തിൽ ആവുമ്പോൾ. So this adaptation helps them survive both in water and on land, showing how animals have adapted over time to different environments. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? This adaptation help them survive both in ഇങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് they are able to survive both on land and in water. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു കഴിവ് ഉള്ളത്. Now we are going to see the case of earthworms. Earthworms എങ്ങനെയായിരിക്കും? Earthworms also use their moist skin. എന്താണ്? moist skin. Earthworms use their moist skin for the exchange of oxygen and carbon dioxide. So നമ്മൾ ഫിഷസ് പറഞ്ഞു, amphibians പറഞ്ഞു, earthworms പറഞ്ഞു. Different animals have different breathing mechanisms. Different animals and different breathing mechanism to suit their അവരുടെ unique habitats suit ചെയ്യാൻ തക്കത്തിലുള്ള different mechanisms ആണ് എന്നുള്ളത് we have understood. Apart from the digestive system, the respiratory system and the circulatory system, there are other systems which work in coordinations with each other in the body. ഈ systems മാത്രമല്ല നമ്മൾ പഠിച്ചത് digestive system, respiratory system and circulatory system ആണ്, but which work in coordination with each other in the body and perform a lot more systems are performing in our body which work in coordination with each other in the body and perform different functions to sustain life, and we will study about them in higher grades. നമ്മൾ higher gradesൽ more systems നെ പറ്റി പഠിക്കും. endocrine systems ഉണ്ട്, a lot more are there, but now we are stopping with digestive system, respiratory system and circulatory system. That's the chapter is completed. Chapter life process in animals have been completed. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ സെക്ഷനിൽ എന്താണ് പഠിച്ചത്?
this part of the chapter deals with respiratory systemത്തിന്റെ continuation ആയിരുന്നു പഠിച്ചത്. മറ്റുള്ള ഓർഗാനിസംസിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഗിൽസ് ഉണ്ട്, മോയിസ്റ്റ് സ്കിൻ ഉണ്ട്, ആംഫിബിയൻസിൽ ഡിഫറെന്റ് ആണ്, ലാൻഡിലായിരിക്കുമ്പോൾ വാട്ടറിലായിരിക്കുമ്പോൾ ഡിഫറെന്റ് ആണ്, എർത്ത് ഫോമിൽ മോയിസ്റ്റ് സ്കിന്നിലൂടെയാണ് എന്നുള്ളത് പഠിച്ചു. ബ്രീത്തിങ്ങും റെസ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബ്രീത്തിങ് ഈസ് എ ഫിസിക്കൽ പ്രോസസ്, whereas respiration is a chemical process ആണ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രീത്തിങ്, ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രോസസ്. വെറാസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് respiration എന്ന് പറയുന്നത്, which means it is a chemical process. And that's all for today. The chapter is completed. Let's see you with the next chapter. See you. Bye.